നമസ്കാരം. US-ഇറാൻ യുദ്ധം 15-ാം ദിവസത്തിലേക്ക് കടക്കുകയും ക്രൂഡിൻ്റെ വില $100 മുകളിൽ $103 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടി ഇന്നും ഏഷ്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 1%, കൊറിയൻ ഇൻഡെക്സ് 1.72%, ഹോങ്കോങ് ഇൻഡെക്സ് 0.3%, ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.44% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. അതേസമയം യൂറോപ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകളാണ് SGX നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൊമോഡിറ്റി മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ പ്രധാന എണ്ണ ഡിസ്ട്രിബ്യൂഷൻ ദ്വീപായ ഖർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വില $103 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളിലും പരാമർശിക്കുന്നത്. കൂടാതെ ഗോൾഡിൻ്റെ വിലയും ഉയർന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി സെല്ലിംഗ് നടത്തുന്നതും ക്രൂഡിൻ്റെ വില മൂലം ഇന്ത്യൻ മാർക്കറ്റ് ഇൻഫ്ലേഷണറി പ്രഷറിനെ നേരിടാൻ സാധ്യതയുള്ളതും കൂടാതെ മൂല്യം തുടർച്ചയായി ഇടിയുന്നതും മൂലം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് 5%-ലേറെ ഇടിഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ US മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. US ഇൻഡെക്സ് 0.6% ഇടിഞ്ഞത്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം 92.46 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. രൂപയുടെ മൂല്യം കുറയുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ദുർബലമാകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് AB ഇൻഫ്രാബിൽഡ്. AB ഇൻഫ്രാബിൽഡ് എന്ന കമ്പനിക്ക് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും 67 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. സീമെക് എന്ന കമ്പനിക്ക് ONGCയിൽ നിന്നും 410 കോടി രൂപയുടെ ഒരു മേജർ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സീമെക് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അഡ്വൈറ്റ് എനർജി സൊല്യൂഷൻ എന്ന കമ്പനി 30 മെഗാവാട്ട് ശേഷിയുള്ള ആൽക്കലൈൻ ഇലക്ട്രോലൈസർ അസംബ്ലിംഗ് ഫെസിലിറ്റി ഇനാഗുറേറ്റ് ചെയ്തു. സിറ്റി യൂണിയൻ ബാങ്ക് 5 പുതിയ ബ്രാഞ്ചുകൾ കൂടി രാജ്യത്ത് ഓപ്പൺ ചെയ്ത് ടോട്ടൽ ബ്രാഞ്ചുകളുടെ എണ്ണം 925ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ എയർപോർട്ടിൻ്റെ കാർഗോ ടെർമിനൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി GMR എയർപോർട്ട് എന്ന കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ GMR എയർപോർട്ട് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. LPGയുടെ ലഭ്യതക്കുറവ് മൂലം സാലാസർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി അതിൻ്റെ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ ടെമ്പററി ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സാലാസർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ദീപ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അഡ്വൈറ്റ് എനർജിയുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ പ്രോജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ബാജൽ പ്രോജക്ട്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 400 kV സബ്സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് ഒരു അൾട്രാ മെഗാ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ രാംകി ഇൻഫ്ര എന്ന കമ്പനി മഹാ ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സയൻസ് എന്ന ഫാർമ സെക്ടറിലെ കമ്പനിയുമായി ചേർന്ന് 3000 കോടി രൂപയുടെ ഒരു ഹൈടെക് ഫാർമ പാർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡീലിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രാംകി ഇൻഫ്ര എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് അതുകൂടാതെ KRN ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന കമ്പനി 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. QIP വഴിയുള്ള ഫണ്ട് റൈസ് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. PN ഗാഡ്ഗിൽ ജുവൽസ് എന്ന കമ്പനി നവി മുംബൈയിൽ പുതിയൊരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 70ലേക്ക് ഉയർത്തി. ജുബിലൻ്റ് ഇൻഗ്രേവിയ എന്ന കമ്പനി റെമിഡെക്സ് ഫാർമ എന്ന കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ 16 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. അതോടൊപ്പം തന്നെ ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന കമ്പനി ഒഡീസയിൽ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 263ലേക്ക് ഉയർത്തി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 64 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. എയർ ഇന്ത്യക്ക് പിന്നാലെ ഇൻഡിഗോയും ഫ്യൂവൽ സർചാർജ് മാർച്ച് 14-ാം തീയതി മുതൽ ഉയർത്തുകയാണ്. ഏവിയേഷൻ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിയടെക് വബാഗ് എന്ന കമ്പനിക്ക് CMWSSBയിൽ നിന്നും 1000 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ട് വിയടെക് വബാഗ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യ യൂറിയ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്